ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാർക്ക് ആശ്വാസമായി ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ചിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം മാർച്ച് 25 ബുധനാഴ്ച മുതൽ ആരംഭിക്കും. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഇതേ മാസം, അതായത് മാർച്ച് 31 തുടങ്ങാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിഷു പ്രമാണിച്ച് പെൻഷൻ നേരത്തെ നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രതിമാസ പെൻഷൻ തുകയായ 2000 രൂപ അനുവദിക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ച് സർക്കാർ നേരത്തെ തന്നെ ഉത്തരവിറക്കിയിരുന്നു. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പേർക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളത്. ഇതിൽ 26.62 ലക്ഷം പേരുടെ പെൻഷൻ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കെത്തും. ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി നേരിട്ട് തുക കൈമാറാനാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള പെൻഷൻ അതാത് ബോർഡുകൾ വഴിയാണ് വിതരണം ചെയ്യുക. പ്രതിമാസം ഏകദേശം 1050 കോടിയോളം രൂപയാണ് പെൻഷൻ ഇനത്തിൽ തന്നെ സർക്കാർ വിതരണം ചെയ്യുന്നത്. അതേസമയം വിഷു വിപണി സജീവമാകുന്ന ഘട്ടത്തിൽ പെൻഷൻ തുക കൈകളിലെത്തുന്നത് സാധാരണക്കാർക്ക് വലിയ കൈത്താങ്ങാകും. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യാനുള്ള സർക്കാരിൻ്റെ നീക്കം പ്രശംസനീയമാണ്. വരും ദിവസങ്ങളിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിത്തുടങ്ങുമെന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ്, 2026 ഏപ്രിൽ 1 മുതൽ പാൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളിൽ മാറ്റം വരികയാണ്. ഈ മാറ്റങ്ങൾ രേഖകൾ, ഫോമുകൾ, മൊത്തത്തിലുള്ള അപേക്ഷാ പ്രക്രിയ എന്നിവയെ സാരമായി ബാധിക്കും. 2026 മാർച്ച് 31 വരെ ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ പാൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഏപ്രിൽ 1 മുതൽ ആധാർ കൂടാതെ മറ്റ് അധിക രേഖകൾ കൂടി സമർപ്പിക്കേണ്ടി വരും. അതായത് പുതിയ നിയമപ്രകാരം ജനനതീയതി സ്ഥിരീകരിക്കുന്നതിന് ആധാറിന് പുറമെ പ്രത്യേക രേഖകൾ ആവശ്യമാണ്. ജനന സർട്ടിഫിക്കറ്റ്, വോട്ടർ ID കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, SSLC ബുക്ക് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് അധികമായി നൽകണം. കൂടാതെ പാൻ കാർഡിലെ പേരും ആധാർ കാർഡിലെ പേരും അക്ഷരത്തെറ്റുകളില്ലാതെ തന്നെ കൃത്യമായി ഒത്തുപോയാൽ മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. നിലവിലെ പാൻ അപേക്ഷാ ഫോമുകൾ മാർച്ച് 31 നിർത്തലാക്കും. ഏപ്രിൽ 1 മുതൽ പുതിയ ഫോമുകളായിരിക്കും ലഭ്യമാവുക. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമൺ സർവീസ് സെൻ്ററുകളാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. അതേസമയം അധിക നടപടിക്രമങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ 2026 മാർച്ച് 31 മുമ്പായി അപേക്ഷകൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമുണ്ട്. പുതിയ അപേക്ഷാ രീതിയിൽ KYC കൂടുതൽ കർശനമാക്കും. അതുപോലെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP വഴി മാത്രമേ അപേക്ഷ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ പാൻ കാർഡ് ഉള്ളവർക്ക് ഈ നിയമം ബാധകമല്ല. എന്നാൽ വിവരങ്ങളിൽ തിരുത്തൽ വരുത്താൻ ശ്രമിക്കുമ്പോൾ പുതിയ നിയമങ്ങൾ ബാധകമായേക്കാം. ഇന്ത്യയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന പ്രവാസികൾക്കും ഈ പുതിയ രേഖാസമർപ്പണ നിയമങ്ങൾ ബാധകമായിരിക്കും. അവർ പാസ്പോർട്ട് പ്രധാന രേഖയായി കരുതേണ്ടി വരും.